ദൈവത്തിന് സ്തോത്രം. ഞാൻ ഇവിടെ 2 വർഷത്തിന്റെ മുമ്പ് 4 പ്രാവശ്യം വന്നായിരുന്നു. കട്ടപ്പനയിൽ 1 പ്രാവശ്യം പോയായിരുന്നു. ഞാൻ ആദ്യത്തെ ദിവസം വന്നപ്പം എനിക്ക് എൻ്റെ വേദന എനിക്ക് എങ്ങനെ പറയണം. ഞാൻ പെന്തിക്കോസ്ത് സഭയ്ക്ക് കടന്നു പോയിട്ടില്ല. ഞാൻ ചർച്ച് ഓഫ് ക്രൈസ്റ്റ് വിശ്വാസിയായിരുന്നു. എങ്ങനെ ഏതാ എന്നോ എനിക്ക് അറിയത്തില്ല. ഞാൻ ആരാധനയ്ക്ക് ആദ്യമായിട്ട് പെന്തിക്കോസ്ത് സഭയ്ക്ക് ഇവിടെ കടന്നു വരുന്നത്. അന്ന് ഞാനൊരു പേപ്പറുമായിട്ടാണ് ഞാൻ ഇവിടെ വന്നത്. എന്നാന്ന് പറഞ്ഞാൽ എൻ്റെ മകൻ മദ്യം വിൽക്കുന്ന ഒരു ചെറുക്കൻ്റെ കൂടെയായിരുന്നു കൂട്ട്. അന്നേരം അവൻ പണിയുന്ന ഒരാഴ്ച 1000 രൂപ അവനക്ക് വരുമാനമുണ്ട്. ഒരു ദിവസം 1000 രൂപ വരുമാനമുണ്ട്. ആ ദിവസം പണിയുന്ന പൈസ, ആഴ്ച പണിയുന്ന പൈസ മൊത്തം മദ്യം വിൽക്കുന്ന ചെറുക്കൻ്റെ കൂടെ കൂടി കുറച്ച് കൂട്ടുകാരുമായിട്ട് എവിടെയോ ഒരു ഇടത്തിൽ കൂടിയിരുന്ന് അവർ ആ മദ്യം മേടിച്ച് എല്ലാം കുടിച്ച് അടിച്ചു പൊളിച്ചുകൊണ്ട് വീട്ടിൽ വരും. വീട്ടിൽ വന്നിട്ട് തുണിയില്ലാതെ ആ ചെറുക്കൻ കിടക്കും. ആ രംഗം എനിക്ക് കാണാൻ പറ്റുന്നില്ല, താങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. എനിക്ക് കണ്ണടച്ചുകൊണ്ട് ഞാൻ തുണി കൊണ്ട് മൂടിയിട്ടുകൊണ്ട് ഞാൻ വേദനയോട് ദൈവത്തിനോട് പറയും. എന്നാന്ന് പറഞ്ഞാൽ എനിക്ക് വേറെ ആരും ഇല്ല, എനിക്ക് ദൈവമേ ഉള്ളെന്ന് പറഞ്ഞ് ദൈവത്തെ മുറുക്കെ പിടിക്കാൻ തുടങ്ങി. അന്ന് ഇവൻ ഒരു ദിവസം ഇവൻ കിടന്നപ്പോൾ ഞാൻ ഇവൻ്റെ ഫോൺ എടുത്ത് അവൻ്റെ നമ്പരെല്ലാം എഴുതിയെടുത്ത് ഫോൺ നമ്പറും പേരും എഴുതിയെടുത്തുകൊണ്ട് ഞാൻ ഇവിടെ കണ്ണുനീരോട് ഒരു ആൻറ്റിയോട് ഞാൻ പങ്കുവെച്ച്. ആൻറ്റി പറഞ്ഞ് വിനു വാഴമുട്ട എന്ന് പറഞ്ഞ ഒരു പാസ്റ്ററുണ്ട്, നമുക്ക് അവിടെ കടന്നു പോകാം, നീ വണ്ടിക്കൂലി ചിലവാക്കുവായോ എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി. ഞാൻ 4000 രൂപ ഓട്ടോയ്ക്ക് കൊടുത്ത് ഞാൻ ഇവിടെ കടന്നു വന്നപ്പോൾ ഞാൻ പേപ്പർ ഇങ്ങനെ ചുരുട്ടി പിടിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ, എല്ലാവരും പ്രാർത്ഥിക്കുക, ഞാനും പ്രാർത്ഥിച്ചു. എന്നാലും എനിക്ക് ഇടയ്ക്കിടെ കണ്ണ് തുറന്ന് നോക്കുമായിരുന്നു, എനിക്ക് അറിയത്തില്ല, ക്ഷമിക്കണം. മാസ്റ്റർ ഉടനെ ദൂത് പറഞ്ഞ് നീ ഇന്ന് സഹോദരി ഇന്ന് വീട്ടിൽ പോകുമ്പോഴത്തേ ഒരു അത്ഭുതം പ്രവർത്തിക്കും കേട്ടോ എന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ വിശ്വസിച്ച് ഞാൻ രാത്രി 10 മണിക്ക് വീട്ടിൽ കടന്നുപോയപ്പം മെഹം സന്തോഷത്തോടെ മമ്മി എവിടെ പോയെന്ന് ചോദിച്ചു. ഞാൻ ഒരു സ്ഥലം വരെ പോയി മോനെ എന്ന് പറഞ്ഞ് ചോറ് വിളമ്പി കൊടുക്കുമായിരുന്നു. അന്നിരുന്ന് ആ കൂട്ട് എങ്ങനെ മാറി ഏത് മാറിയെന്നോ എനിക്ക് അറിയത്തില്ല. ഒന്ന് കൈയടിച്ച് വിളിക്കാൻ പറ്റുന്നവർ യേശുവേ എന്ന് മുറക്കി ഒന്ന് വിളിച്ചേ. 4000 രൂപ വണ്ടിക്കൂലി മുടക്കി അമ്മ ഇവിടെ ആരാധനയ്ക്ക് വന്നു. ദൂത് പറഞ്ഞ് തിരിച്ചു വീട്ടിൽ കയറിയപ്പോ അവൻ ഉടുതുണിയില്ലാതെ കിടന്നുറങ്ങുന്ന മകൻ അന്നൊരു മാറ്റത്തോടെ മമ്മി എവിടെ പോയ എന്ന് പറ്റിയെന്നറിയാമോ? ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോ വാഗമണ്ണേക്ക് ദൈവശക്തി വ്യാപരിച്ചെന്ന് യേശുവിന്റെ കൃപ ഇറങ്ങിച്ചെന്ന് ഒന്ന് കൈയടിച്ചൊരു സ്വത്രം ചെയ്യാൻ പറ്റുമെങ്കിൽ ആ കൈ ഒന്നടിച്ചു ദൈവത്തിന് ഉറച്ചൊരു ആമീൻ പറഞ്ഞ് ഇന്ന് രാവിലെ ആ ദൈവത്തെ ഒന്ന് സ്തുതിച്ച്. നമ്മുടെ യേശു അത്ഭുതത്തിന്റെ ദൈവം. അത് മാത്രമല്ല, അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ 3 പ്രാവശ്യം ഇവിടെ കടന്നു വന്ന് ഞാൻ തന്നെയാ വണ്ടിക്കൂലി 4000 രൂപ കൊടുത്ത് മറ്റു ആൾക്കാരെയും ഞാൻ കൊണ്ടുവന്നായിരുന്നു. എനിക്ക് 1 രൂപ എടുക്കാനുള്ള നിവൃത്തി എനിക്ക് ഇല്ല. പക്ഷെ എന്റെ വേദന സഹിക്കാൻ പറ്റാത്ത കാരണം കൊണ്ട് ഞാൻ ഇവിടെ കടന്നു വന്ന് 4ാമത്തെ പ്രാവശ്യം ഞാൻ ഓർത്ത് ദൈവമേ ഈ സഭയിൽ എനിക്കൊരു അംഗമായിട്ട് മാറണമെന്ന് ഭയങ്കര ഒരു ആഗ്രഹം എനിക്ക് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് അറിയത്തില്ല. ഞാൻ അതോടെ കൂടി എൻ്റെ മകന് ഒരു പെണ്ണിനെ കൊണ്ടുവന്നായിരുന്നു. ആ പെണ്ണിനെ കൊണ്ടുവന്നിട്ട് ഞാൻ പാസ്റ്ററോട് വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ പെണ്ണിനെ കൊണ്ടുവന്ന് പാസ്റ്റർ പ്രാർത്ഥിക്കാന്ന് പറഞ്ഞ് 10 മിനിറ്റ് കഴിഞ്ഞതും പെണ്ണിനെ അവർ വിളിച്ചു കൊണ്ടുപോയി. പാസ്റ്ററിനെ പ്രാർത്ഥിക്കാൻ സമയം കൊടുത്തില്ലായിരുന്നു. എനിക്ക് എന്നെ ചെയ്യണം അറിയത്തില്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ മിகவும் നൊറന്നു പോയി. വീണ്ടും സഭയ്ക്ക് കടന്നുപോയി. സഭ വിശ്വാസികൾ, ചർച്ച് ഓഫ് ക്രൈസ്റ്റ് സഭ വിശ്വാസികൾ ആരും എന്നോട് മിണ്ടത്തില്ല. ദൈവത്തിന് സാക്ഷിയായിട്ട് ഞാൻ എന്ത് തെറ്റും ഞാൻ ആർക്കും ചെയ്തില്ല. ഞാൻ പെൺകുട്ടിക്കായിരുന്നാലും കുടുംബത്തിനായിരുന്നാലും എൻ്റെ മക്കൾക്കായിരുന്നാലും ദൈവത്തിന് സാക്ഷിയായിട്ട് ഒരു തെറ്റും എൻ്റെ മനസ്സാക്ഷി ചെയ്തില്ല. പക്ഷെ എന്നെ എല്ലാവരും തെറ്റുകാരലായിട്ട് നിന്ദിച്ച് ഒരു വ്യക്തികളും മിണ്ടത്തില്ല. ഭക്ഷണം മേടിക്കാനായിട്ട് ഞാൻ കടന്നുപോയി നിന്നപ്പം പാത്രം കയ്യില പിടിച്ചപ്പം എന്നെ പറയാതെ വാക്കുകൾ എൻ്റെ കൂടെ കുത്തി കൊണ്ടിരുന്നത്. എനിക്ക് എന്നെ പറയണ അറിയത്തില്ല. ഞാൻ ബാത്റൂമിലേക്ക് ഓടിച്ചെന്ന് ഞാൻ പോയിരുന്ന് അഴുത് ഞാൻ കരഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു, ദൈവമേ ഇന്ന് എൻ്റെ ജീവനെ എടുക്കണം. ഇന്ന് ഞാൻ കുളിമുറിയിലെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ നാണു തൂങ്ങണമെന്ന് പറഞ്ഞു ഞാൻ അങ്ങനെ തൂങ്ങിച്ചാകണമെന്ന് പറഞ്ഞ് ഞാൻ തീരുമാനം എടുത്തു. അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം എനിക്ക് ഒരു വചനം തന്നായിരുന്നു. ഈ കർത്തനൻ കരത്തിൽ അലങ്കാരமான കിരീടമും ഉൻ ദേവനൻ കരത്തിൽ രാജമുടിയുമായി ഇരിപ്പായി എന്ന് പറഞ്ഞു. ആ വചനം എൻ്റെ ഉള്ളത്തിൽ എപ്പോൾ കിട്ടിയോ അന്ന് തൊട്ട് എനിക്ക് ആ ചിന്ത എവിടെയെന്ന് മാറി, എങ്ങനെ മാറിയെന്ന് അറിയത്തില്ല. വീട്ടിൽ കടന്നു വന്ന് അമ്മയോട് പറഞ്ഞ്, അമ്മ ഇങ്ങനെ സംഭവം നടന്ന് ഞാനിനി
ആ സഭയ്ക്ക് പോകുന്നില്ല. എന്നോട് ആരും മിണ്ടുന്നില്ല, നാട്ടുകാർ ആരും എന്നോട് മിണ്ടുന്നില്ല. ഞാൻ വെട്ടിയിട്ട വാഴത്തട പോലെ ഒരു കട്ടിലേക്ക് കിടക്കുക. എനിക്ക് റൂമിൽ ഇരുന്ന് എനിക്ക് പുറത്തിറങ്ങാൻ എനിക്ക് പറ്റുന്നില്ല. ഞാൻ വെള്ളം കുടിക്കുന്നില്ല. ഞാൻ മരിക്കണേന്ന് എനിക്ക് എന്നാന്ന് എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഞാൻ കിടന്ന് അന്നേരം അമ്മായിയമ്മ പറഞ്ഞ്, നീ ഇങ്ങനെ കിടന്ന, നീ എഴുന്നേച്ച് നടക്ക്, നീ വെള്ളം കുടിക്ക് എന്ന് പറഞ്ഞ് ഭയങ്കരമായ ഉപദേശിച്ച്. എന്നാലും പറ്റുന്നില്ല. ഞാൻ കിടന്നതല്ല, ഞാൻ ദൈവത്തോട് ഞാൻ അഴുത്, ഞാൻ കരഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. എൻ്റെ വേദനയെ മൊത്തം കണ്ണീരുകൊണ്ട് ഞാൻ നനച്ചു. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഇരുന്നപ്പം ഞാൻ ഒരു ദിവസം ഞാൻ വീണ്ടും ഏലോഹിം ചർച്ചയിൽ പോയപ്പം പാസ്റ്റർ തൂത് പറഞ്ഞായിരുന്നു, നീ ഇന്ന് വീട്ടിൽ പോകുമ്പോഴത്തെ ദൈവം നിനക്ക് വലിയൊരു അത്ഭുതം ചെയ്യുമെന്ന് പറഞ്ഞായിരുന്നു. നിന്നെ കാത്തു ഒരുത്തൻ നിപ്പുണ്ടെന്ന് പറഞ്ഞായിരുന്നു. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പാസ്റ്റർ പറഞ്ഞ, ശത്രുക്കളുടെ മുമ്പിൽ നിനക്ക് ദൈവം മേശൊരുക്കാൻ പോവുകയെന്ന്. നീ എന്നിടത്തിൽ നീ നിന്ദിച്ച് അവമാനപ്പെട്ട് വേദനപ്പെട്ട് കണ്ണു കലങ്ങി നിന്നോ, അവിടത്തിൽ നിന്റെ തലയെ ദൈവം ഉയർത്താൻ പോകുകയെന്ന് ആ ദൂതുമായിട്ട് ഏറ്റെടുത്ത് ഞാൻ വീട്ടിൽ പോയി. ഞാൻ ഒരു പാസ്റ്ററിന്റെ ദൂത് മാത്രമല്ല, ഈ പ്രാർത്ഥന ഞാൻ ഒരു പ്രാവശ്യമല്ല, ഞാൻ എത്ര പ്രാവശ്യം കേട്ടാലും എനിക്ക് മതി വരത്തില്ല. ഞാൻ ഉറങ്ങാതെ കേൾക്കും. അതാ എൻ്റെ ഇഷ്ടം. ഞാൻ എൻ്റെ വാഞ്ച ഒന്നേ ഉള്ളു, എൻ്റെ ദൈവത്തിന്റെ മടിയിലെ കിടക്കണം, എൻ്റെ ദൈവത്തിന്റെ തോളിലെ ചായണം, ദൈവത്തിന്റെ കരുത്ത പിടിച്ച് എനിക്ക് നടക്കണം, ദൈവത്തെ മുഖമുഖമായി എനിക്ക് കാണണം. അതുതാ എൻ വാഞ്ച. ആ വാഞ്ചയ്ക്ക് വേണ്ടി ദൈവമക്കളെല്ലാവരും പ്രാർത്ഥിക്കണം. ശത്രുക്കൾ മുൻപ് ഞാൻ വീട്ടിൽ പോയിട്ട് മൂന്നാമത്തെ ദിവസം നല്ലൊരു കല്യാണാലോചന വന്ന്, ഞാൻ കല്യാണാലോചന വന്നപ്പോൾ ദൈവമേ, ഈ പെണ്ണ് കൊണ്ടെന്ന വിഷയത്തെ എല്ലാവരും ആരെങ്കിലും പറഞ്ഞാൽ ഇത് നിന്ന് പോകുമല്ലോ, എന്നെ ചെയ്യാനാണ് എനിക്ക് പ്രാർത്ഥിക്കാൻ. സിംഹത്തിൻ വായ അടച്ചതുപോലെ ദൈവമേ ഈ മക്കളും വായ അടയ്ക്കണേ എന്ന് പറഞ്ഞ് നിലവിളിക്കാൻ തുടങ്ങി. ദൈവം പ്രാർത്ഥനയ്ക്ക് കൈ തന്നു. അവിടെ പോയപ്പോൾ മൂന്നാമത്തെ ദിവസം വന്ന കല്യാണം 2 ആഴ്ചയുടെ എൻഗേജ്മെന്റ് നടന്ന് ഒരു പണക്കാരിൽ ഇങ്ങനെ നടത്തത്തില്ല. അതുപോലെ ഞാൻ ഭംഗിയായിട്ട് നടത്താനായിട്ട് ദൈവം ഇടവരുത്തി. ദൈവദാസന് എല്ലാവർക്കും നന്ദി പറഞ്ഞ് എന്നോട് എളിയ സാക്ഷിയെ നിർത്തുന്നു.